സഹോദരങ്ങളെ, ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി നമ്മുടെ ആകാശത്ത് പരിശുദ്ധ റമളാനിൻ്റെ അമ്പിളിക്കാർ ദൃശ്യമായാൽ നമ്മുടെ മസ്ജിദുകളും നമ്മുടെ ഭവനങ്ങളും നമ്മുടെ നാടും നഗരവും പരിശുദ്ധ റമളാനിനെ വരവേൽക്കാൻ വേണ്ടി എന്താണ് പറയുന്നത്? ആ ഒന്നാമത്തെ രാത്രിയിൽ അവൻ്റെ അടിമകളിൽ നിന്നും നളറല്ലാഹു തആല ഇലൈഹിം, അവൻ്റെ അടിമകളിൽ നിന്നും ചിലരിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കും. വമൻ നളറല്ലാഹു ഇലൈഹിം, അങ്ങനെ ഒരു മനുഷ്യനിലേക്ക് അല്ലാഹു നോക്കിയാൽ ലം യുഅദ്ദിബുഹു അബദ, അവന് പിന്നെ നരകീയ ശിക്ഷ ഉണ്ടാവുകയില്ല. സഹോദരങ്ങളെ, ഏത് മനസ്സിലേക്കാണ് അല്ലാഹു നോക്കുന്നത്? അതാരുടെ ഹൃദയത്തിലേക്കാണ് അല്ലാഹു നോക്കുന്നത്? പരിശുദ്ധ റമളാനിൻ്റെ അമ്പിളിക്കാർ ആകാശത്ത് ദൃശ്യമാകുന്നതോടുകൂടി 1000 സ്വപ്നങ്ങളുമായി ഒരാളും 1000 മഗ്ഫിറത്തിൻ്റെ, ഇസ്തിഗ്ഫാറിൻ്റെ, തൗബയുടെ, പശ്ചാത്താപത്തിൻ്റെ മനസ്സോടുകൂടി അള്ളാഹുവിലേക്ക് ഹൃദയം ഉയരുന്നവർ, അഥവാ പല ബന്ധങ്ങളും ഇങ്ങോട്ട് മുറിച്ചിട്ടും ആ ബന്ധങ്ങളൊന്നും മുറിയാതെ സഹോദരനും സഹോദരിയും മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ സുദൃഢമാക്കിയവർ, അപരനിൽ നിന്ന് ഒരു സാധുവായ മനുഷ്യൻ്റെ 1 രൂപയും എൻ്റെ സമ്പത്തിലില്ല, ഞാൻ ആർക്കെങ്കിലും 1 രൂപ കൊടുക്കാനുണ്ടെങ്കിൽ അത് കൃത്യമായി മടക്കി ഏൽപ്പിക്കുന്നവർ, അള്ളാഹുവിനോടൊന്നിനെയും ചേർക്കാത്തവർ. കാരണം സഹോദരങ്ങളെ, ഈ ചുട്ടുപൊള്ളുന്ന ഈ പകലുകളിൽ നാം അനുഷ്ഠിക്കുന്ന ഈ റമളാനിൻ്റെ നോമ്പ് നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഈ നോമ്പ് നമ്മുടെ ഖബറിലും നമ്മുടെ പരലോകത്തും നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ നോമ്പിന്, അതുപോലെ നമ്മുടെ ഉപവാസത്തിൻ്റെ ഒന്നാമത്തെ ഉപാധി ശരിയായ വിശ്വാസവും അഖീദയും ഉണ്ടാവുക എന്നുള്ളതാണ്. അള്ളാഹു ഉണ്ടോ എന്നല്ല, പരലോകമുണ്ടോ എന്നല്ല, മരണാനന്തര ജീവിതമുണ്ടോ എന്നല്ല, പിന്നെയോ എൻ്റെ റബ്ബുണ്ട്, ആ റബ്ബെന്നെ കൃത്യമായി കാണുന്നുണ്ട്, ആ റബ്ബിലേക്കാണ് ഞാൻ മടങ്ങിപ്പോകുന്നത്. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഞാൻ ഈ ലോകത്തേക്ക് മടങ്ങി വന്നതുപോലെ ഭൂമി എന്ന ഈ ഗർഭാശയത്തിൽ നിന്നും പുതിയൊരു ലോകത്തേക്ക് ഞാൻ മടങ്ങിപ്പോകേണ്ടതുണ്ട്. ഒരു വിദ്യാർത്ഥി തൻ്റെ പരീക്ഷയുടെ പേപ്പർ അധ്യാപകനിലേക്ക് ഏൽപ്പിച്ച് ക്ലാസ് റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് പോലെ മരണത്തിലേക്ക് പോകുന്ന നാം ഓരോരുത്തരും നമ്മളുടെ കർമ്മപുസ്തകത്തിലെ ഏറ്റവും കനം തൂങ്ങുന്ന, ഏറ്റവും അട്രസ്റ്റ് ചെയ്യപ്പെടുന്ന സൽക്കർമ്മങ്ങളുടെ കൂമ്പാരം നമുക്ക് നേടിയെടുക്കാനുള്ള മഹാസൗഭാഗ്യമാണ് പരിശുദ്ധ റമളാനിൽ അല്ലാഹു നമുക്ക് ആയുസ്സും ആരോഗ്യവും നൽകിയത് സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങൾ അതുപയോഗപ്പെടുത്തി അത് നന്മയിലായി കുടുംബ ബന്ധങ്ങൾ മുറിഞ്ഞു പോകാതെ, ആത്മബന്ധങ്ങൾ മുറിഞ്ഞു പോകാതെ, ബഹുദൈവ ആരാധനയുടെ കണിക പോലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതെ, മറ്റൊരു അപരൻ്റെ 1 രൂപയും നമ്മുടെ സമ്പത്തിലേക്ക് കടന്നു വരാതെ, നമ്മുടെ നാവുകൊണ്ടും നമ്മുടെ കണ്ണുകൊണ്ടും മറ്റൊരു അപരൻ്റെ ദൂഷ്യങ്ങളും കുറവുകളും പറഞ്ഞ് മറ്റൊരു സഹോദരൻ്റെ ഹൃദയത്തിൽ വേദന സൃഷ്ടിക്കാതെ നല്ല ഒരു മനുഷ്യനായി ഈ 30 ദിനരാത്രങ്ങളും അള്ളാഹുവിൻ്റെ പ്രീതിയിലും അവൻ്റെ പൊരുത്തത്തിലുമായി നോമ്പനുഷ്ഠിക്കുന്നതിലൂടെ പരിശുദ്ധ റമളാൻ കഴിഞ്ഞ് ശവ്വാലിൻ്റെ അമ്പിളിക്കാർ ആകാശത്ത് ദൃശ്യമാകുമ്പോൾ പരിശുദ്ധ റമളാനിൽ ഞാൻ എന്തൊക്കെയോ നേടിയെന്നും എൻ്റെ ഖബറിലേക്കും എൻ്റെ പരലോകത്തേക്കും ഞാൻ പാതയം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന ആത്മവിശ്വാസത്തോടെ പരിശുദ്ധ റമളാൻ, പുണ്യങ്ങളുടെ വസന്തകാലമായ ഈ പരിശുദ്ധ റമളാൻ, ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മസംസ്കരണത്തിൻ്റെയും പരിശുദ്ധമായ ഈ റമളാനിൻ്റെ, ഷഹറുൽ ഖുർആനിൻ്റെ ഈ നാളുകളെ വരവേൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആയുസ്സും ആരോഗ്യവും നൽകി. അതിനാദ്യമായി നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയണം. ആ റബ്ബിൻ്റെ പ്രീതിയിലായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് നമ്മുടെ മനസ്സ്, നമ്മുടെ ആത്മാവ് വിട പറയുമ്പോൾ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ഹേ സമാധാനമടഞ്ഞ ആത്മാവിൻ്റെ ഉടമസ്ഥനായ മനുഷ്യ, ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ, അല്ലാഹുവിൻ്റെ റബ്ബിൻ്റെ തൃപ്തിയിലേക്കും അവൻ്റെ തൃപ്തിപ്പെടലിലേക്കും മടങ്ങിക്കൊള്ളുക. ഫദ്ഖുലി ഫി ഇബാദി.